ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായ ശേഷം 10 ആഴ്ചക്കിടെ 1 ലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തിയെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപടി നടത്തുമെന്ന പ്രധാന പ്രചാരണ വാഗ്ദാനം പ്രസിഡന്റ് നിറവേറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ബോർഡർ പാട്രോൾ ഉദ്യോഗസ്ഥർ ഏകദേശം 1,13,000 പേരെ അറസ്റ്റ് ചെയ്തു. 1 ലക്ഷത്തിലധികം പേരെ നാടുകടത്തിയെന്നും ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തിനാണ്, അത് ചെയ്യുന്നു, അത്രയുള്ളൂ എന്നാണ് ICE ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഈ കണക്കുകൾ സ്ഥിരീകരിക്കാൻ ഫോക്സ് ന്യൂസ് ഡിജിറ്റൽ ICEയെയും ഹോംലാൻഡ് സെക്യൂരിറ്റിയെ സമീപിച്ചെങ്കിലും മറുപടി ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രിമിനൽ കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് ടോം ഹോമൻ വ്യക്തമാക്കിയിരുന്നു. ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നവരെയും നാടുകടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ നാടുകടത്തിയവരിൽ എത്ര പേർ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അടുത്തിടെ നടന്ന ചില പ്രധാന നാടുകടത്തലുകൾ ശ്രദ്ധേയമാണ്. വെനസ്വേലൻ ഗുണ്ടാ സംഘങ്ങളെ എൽ സാൽവഡോറിലെ മെഗാ ജയിലിലേക്ക് നാടുകടത്തി. 1798-ലെ ഏലിയൻ എനിമീസ് ആക്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്തത്. ഇത് യുദ്ധകാലത്ത് ഉപയോഗിക്കുന്ന ഒരു നിയമമാണ്. എന്നാൽ ഈ നീക്കം കോടതി തടയുകയും ചെയ്തു. തുടർന്ന് ട്രംപ് ഭരണകൂടം ടൈറ്റിൽ 8 പ്രകാരം ഗ്വാണ്ടനാമോ ബേയിൽ നിന്ന് 17 ട്രെൻഡി അരഗ്വ അംഗങ്ങളെ എൽ സാൽവഡോറിലേക്ക് നാടുകടത്തി. അനധികൃതമായി അതിർത്തി കടക്കുന്നവരുടെ എണ്ണം ട്രംപ് ഭരണകൂടം കുറച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ നാടുകടത്തൽ കൂടി സംഭവിച്ചത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കണക്കുകൾ പ്രകാരം മാർച്ച് മാസത്തിൽ തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ വെറും 7,180 പേർ മാത്രമാണ് എത്തിയത് എന്നാണ്. ഫെബ്രുവരിയിലെ കണക്കുകളേക്കാൾ 1,146 കുറവാണ് മാർച്ചിലെ ഈ കണക്കുകൾ. ബൈഡൻ ഭരണകൂടത്തിൻ്റെ പ്രതിമാസ ശരാശരിയായ 1,55,000-വുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയ കുറവാണ്. ജോ ബൈഡൻ പ്രസിഡന്റായിരുന്നപ്പോൾ അതിർത്തി കടക്കുന്നവരുടെ എണ്ണം പ്രതിദിനം 7,000-ൽ കൂടുതലായിരുന്നു. ഫെബ്രുവരിയിൽ 8,326 പേരെ മാത്രമാണ് അതിർത്തിയിൽ പിടികൂടിയതെന്ന് ട്രംപ് ഈ മാസം ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പൂർണ്ണ മാസമായിരുന്നു അത്. ഇത് റെക്കോർഡ് കുറഞ്ഞ കണക്കാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ബൈഡൻ ഭരണകൂടത്തിൻ്റെ 2023 ഡിസംബറിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 96% കുറവാണ് രേഖപ്പെടുത്തുന്നത്. അതിർത്തി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണെന്നും അതിർത്തി കടക്കുന്നവരെ വേഗത്തിൽ പുറത്താക്കുമെന്നും അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൈഡന്റെ ഭരണകാലത്ത് 2023 ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അതിർത്തിയിൽ പിടികൂടിയത്. അന്ന് 2,49,785 പേരെയാണ് ബോർഡർ പാട്രോൾ പിടികൂടിയത്. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തിലെ പോലെ തന്നെ രണ്ടാമത്തെ ഭരണകാലത്തും എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെയും നിയമങ്ങൾ നടപ്പാക്കിയും അതിർത്തി കടക്കാനുള്ള കുടിയേറ്റം തടയാൻ ശ്രമിക്കുന്നുണ്ട്. അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യ ദിവസം തന്നെ അദ്ദേഹം തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ജന്മനാ പൗരത്വം നൽകുന്നത് അവസാനിപ്പിക്കാനും അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാനും ഹ്യൂമാനിറ്റേറിയൻ പരോൾ വഴി കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ആപ്പ് നിർത്തലാക്കാനും അതിർത്തിയിലെ മതിൽ നിർമ്മാണം പുനരാരംഭിക്കാനും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്.